മനോഹരമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ദൈവവചനവുമായി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചന മിനിസ്ട്രീസിൻ്റെ ഈ ബൈബിൾ സന്ദേശം ശ്രവിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഗിരിപ്രഭാഷണമാണ് ഈ ക്ലാസ്സുകളിലൂടെ നാം പഠന വിഷയമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാർ എന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് എല്ലാവരും കേൾക്കുവാൻ വളരെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകണമെന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നതിനുള്ളതായ പരിശ്രമം ലോകവ്യാപകമായി നമുക്ക് കാണുവാൻ കഴിയും. മിഡിൽ ഈസ്റ്റ് നമ്മൾ ഉദാഹരണമായി എടുത്താൽ, ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ളതായ എത്രയെത്ര സമാധാന ഉടമ്പടികൾ ഇതിനോടകം ഉണ്ടാക്കി, എത്രയോ പ്രാവശ്യം അതെല്ലാം ലംഘിക്കപ്പെട്ടു. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ളതായ എത്ര ഉടമ്പടികൾ അവർ പരസ്പരം ലംഘിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ നാം നോക്കിയാലും, ഇപ്പോൾ യുക്രൈനും റഷ്യയും ഒക്കെ ഇടപെട്ടുകൊണ്ടുള്ളതായ വിഷയങ്ങൾ നാം നോക്കുമ്പോൾ ഇവിടെ എല്ലാം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ കാണുവാൻ കഴിയും. എന്തിന് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യയിലേക്ക് നാം നോക്കിയാൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്ത സമയങ്ങളിൽ ഈ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ കൂടെ അതിർത്തി ലംഘനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വെള്ള കൊടി കാണിച്ച് പരസ്പര സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇരു രാജ്യങ്ങളും പരിശ്രമിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയതിനു ശേഷവും അതിർത്തിയിൽ വീണ്ടും വെടിവയ്പ് നടന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, മനുഷ്യൻ സമാധാനം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വശത്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നു, ഉടൻ തന്നെ മറുവശത്ത് അത് പരാജയപ്പെടുന്നു. ഇവിടെ നാം ഈ ചിന്തിക്കുവാൻ പോകുന്നതായ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന സമാധാനമോ, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയിൽ ഇരുന്നിട്ട് അവരുടെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ സമാധാനം സംജാതമാക്കുന്നതോ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ സ്പർദ്ധ അതിനൊരു അവസാനം കുറിച്ചിട്ട് അവരെ തമ്മിൽ നിരപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതോ ഇങ്ങനെയുള്ളതായ സമാധാനത്തെക്കുറിച്ചല്ല. ഇവിടെ സമാധാനമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ളതായ ബന്ധത്തിലാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, അതിനുവേണ്ടി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം മനുഷ്യൻ്റെ ചരിത്രം നാം എടുക്കുമ്പോൾ നാം കാണുന്നത്, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോടു കൂടെ നടക്കുകയാണ്. അങ്ങനെ ഏദൻ തോട്ടത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് മനുഷ്യ ചരിത്രം ആരംഭിക്കുകയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ അന്ത്യത്തിലേക്ക് നാം വരുമ്പോൾ, അല്ലെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ നാം കാണുമ്പോൾ, മനുഷ്യൻ വീണ്ടും ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലെയാണ് വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തോടു കൂടെ തന്നെ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ചിത്രം, മനോഹരമായ ചിത്രമാണ്. ഇതിൻ്റെ ഇടയിലാണ് കാലാകാലങ്ങളിലെ മനുഷ്യൻ്റെ ചരിത്രം നിലകൊള്ളുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ലോകത്തിൽ ഇതുവരെ ജനിച്ചു മറഞ്ഞതായ മനുഷ്യരുടെ ചരിത്രം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇനി നടക്കുവാൻ പോകുന്ന ജനനങ്ങൾ, ഇനി ലോകം കാണുവാനുള്ളതായ മനുഷ്യവർഗത്തിൻ്റെ ഒക്കെ ചരിത്രം ഇതിൻ്റെ ഇടയിലുള്ളതായ കാലഘട്ടമാണ്. എന്നാൽ ദൈവ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ നാം റോമാലേഖനത്തിൽ ഇതിനെക്കുറിച്ചുള്ളതായ വിഷയം നാം വളരെ വിസ്തരിച്ച് നാം കാണുന്നുണ്ട്. നമുക്ക് കർത്താവായി നീതീകരിക്കപ്പെട്ടത് മുഖേന നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മുഖേനയുള്ളതായ നീതീകരണം പ്രാപിച്ചതിന് ശേഷം പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് എന്നുള്ളത്
പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഇപ്പൊ ശത്രുക്കളായിരുന്ന മനുഷ്യൻ, ദൈവത്തിങ്കൽ അകന്നുപോയതായ മനുഷ്യൻ, അവൻ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവിക സമാധാനം അവൻ്റെ ഉള്ളിൽ വരേണ്ടതിന് വേണ്ടി ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ ആവശ്യമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തോട് ശത്രുതയിൽ നിന്നായ മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനം, ദൈവിക സമാധാനം നിറയ്ക്കുന്നതിന് വേണ്ടി ഇടയ്ക്ക് മധ്യസ്ഥൻ എന്നുള്ളതായ നിലയിൽ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു മുഖേന സമാധാനം ലഭിച്ചതായ വ്യക്തികൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിച്ചവർ, അങ്ങനെ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ദൈവിക സമാധാനം ഉള്ളിൽ കരഗതമാക്കിയവർ, അവരുടെ ഉത്തരവാദിത്വത്തിലേക്കാണ് നാം ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ദൈവിക സമാധാനം ഒരിക്കൽ പ്രാപിച്ചതായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മുഖേന പിതാവായ ദൈവത്തോടുള്ളതായ ശത്രുത അവസാനിപ്പിച്ച് ദൈവവുമായുള്ളതായ സ്നേഹബന്ധത്തിലേക്ക് വന്ന് ദൈവികമായ സമാധാനം എന്ന് പറയുന്ന വിഷയം ഉള്ളിൽ നിറച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് നാം ഇവിടെ കാണുവാൻ പോകുന്നത്. ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാണ്. ലോകവ്യാപകമായി നാം നോക്കിയാൽ, മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ, അല്ലെങ്കിൽ ഇതര വാർത്താ മാധ്യമങ്ങൾ ഏത് വിധത്തിൽ നാം നോക്കിയാലും ഈ വാർത്തകളിലെല്ലാം നിറം പിടിച്ചു നിൽക്കുന്നത് അക്രമവും അതുപോലുള്ളതായ സംഭവങ്ങളാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും അരങ്ങേറുകയാണ്. അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ പോലും സമാധാനമില്ലാത്ത നിലവാരത്തിലുള്ളതായ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. സമ്പത്ത് എന്നുള്ളത് കൊണ്ട് മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല. മികച്ച ജോലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല. നല്ല നിലവാരത്തിലുള്ളതായ ജീവിത സൗകര്യങ്ങൾ, നല്ല ഭവനവും വാഹനങ്ങളും എല്ലാ ചുറ്റുപാടുകളും ഒത്തിണങ്ങി എന്നുള്ളത് കൊണ്ട് മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല. കാരണം ഇതൊക്കെയുള്ള ആളുകൾ സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ സമാധാനം നഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമാധാനം കണ്ടിട്ട് അസൂയ കൊണ്ട് അവരെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഒരു രാജ്യം ഐശ്വര്യമായി മുമ്പോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന് സമാധാനം നഷ്ടമാക്കുന്നതിനുള്ളതായ ഭീകര പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ സ്വരുക്കൂട്ടുന്നു. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ദൈവിക സമാധാനമാണ്. ഒരു വ്യക്തി ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം. ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വാക്യം കൂടി കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം നാം നോക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ സമാധാനത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഈ യാക്കോബ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ്. അപ്പോൾ ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് സമാധാനം എന്ന് പറയുന്ന സമാധാനത്തെ ഒരു വിത്ത് അല്ലെങ്കിൽ സീഡ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ സമാധാനത്തിന്റെ വിത്ത്, അപ്പോൾ സീഡ് ഓഫ് പീസ് എന്നുള്ളതായ നിലയിൽ അത് അതിനെ ഉപമിക്കുകയാണ് യാക്കോബ് അപ്പോസ്തലൻ. എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ആ ഒരു വിത്ത് വിതച്ച് കഴിയുമ്പോൾ ആ വിത്തിനെ വളരുവാൻ അനുവദിച്ചാൽ, അതിനാവശ്യമായ പോഷകങ്ങൾ എത്തിച്ചു കൊടുത്താൽ, അത് വളർന്നാൽ നീതി എന്ന ഫലം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ സമാധാനം വിതയ്ക്കുന്നു, സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു, നീതി എന്ന ഫലം അതിൽ നിന്ന് കൊയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്: സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ കാര്യങ്ങളിൽ അവർ ശരിയായിട്ടുള്ള ചികിത്സ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. അതേസമയം ഇല്ലാത്ത സമാധാനം ഉണ്ടെന്ന് ഈ കള്ളപ്രവാചകന്മാർ വിളിച്ചു പറയുകയാണ് ജനത്തോട്. ഇത് പഴയ നിയമത്തിൽ കാണുന്ന കാര്യമാണ്. എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെയാണല്ലോ നാം പ്രധാനമായും ചിന്തിക്കുന്ന വേദഭാഗം നിൽക്കുന്നത്. നമുക്ക് സമാധാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനം. ദൈവത്തിന് സ്തോത്രം. അത് പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഈ ദൈവിക സമാധാനം എന്ന് പറയുന്നത് ഇവിടെ നാം കാണുന്നത്, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഈ സമാധാനം ലഭിച്ചതായ ഒരാൾ, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ദൈവിക സമാധാനം ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ് മറ്റൊരു വ്യക്തിക്കും ദൈവിക സമാധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകുവാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി
വേറൊരു വ്യക്തിക്ക് ദൈവവുമായുള്ളതായ ബന്ധത്തിൽ, എൻ്റെയും ദൈവത്തിൻ്റെയും എനിക്ക് ദൈവത്തോടുള്ളതായ ബന്ധം എന്ന് പറയുന്നത് ദൃഢപ്പെടുത്തി കഴിയുമ്പോൾ, അത് മുഖേന ലഭിക്കുന്ന സമാധാനം ഞാൻ അനുഭവിക്കുമ്പോൾ, എൻ്റെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ സഹജീവി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, ആ വ്യക്തിക്കും ദൈവവുമായിട്ടുള്ള ബന്ധം ആ വ്യക്തിയുടെ സ്ഥിരപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആ ദൈവവുമായുള്ള ബന്ധം നേരെയാക്കുവാൻ, അതിനുശേഷം ആ വ്യക്തിക്കും ഞാൻ അനുഭവിക്കുന്ന ദൈവിക സമാധാനം അവിടേക്ക് ഒഴുകിയെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ വ്യക്തിക്കിടയിൽ ദൈവിക സമാധാനം ഒഴുകിയെത്തുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നാം നടത്തുക എന്നുള്ളതാണ്. ഷാലോം എന്നുള്ള വാക്കാണ് സമാധാനത്തിന് വേണ്ടി പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. വളരെ വളരെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദമാണ്. യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദൻ ഇപ്പോഴും പരസ്പരം കാണുമ്പോൾ അവർ അഭിവാദ്യം ചെയ്യുന്നത് ഷാലോം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് അവരുടെ അഭിവാദനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പദമാണ്. എന്നാൽ നമുക്കിവിടെ ഈ ഭാഗം നാം നോക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവികമായ വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവൻ്റെ ഉള്ളിൽ ദൈവിക സമാധാനം എത്തിക്കുന്നതിനുള്ള പരിശ്രമമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദുഷ്ടന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം പറയുന്നു. അപ്പോൾ ദുഷ്ടന് ഇല്ലാത്തൊരു കാര്യമാണ് അവന് സമാധാനമില്ല. വീണ്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ശരീരത്തിൽ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതോ ഇങ്ങനെയുള്ളതായ വിഷയങ്ങളിൽ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ കാര്യമല്ല. ദൈവികമായ വിഷയത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമാധാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ദുഷ്ടനിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകുന്നതിന് കാരണം അവനിൽ നിന്നും പുറപ്പെടുന്നത് ദുഷ്ടത മാത്രമാണ്. അവൻ ദുഷ്ടതയെ അവൻ പ്രവർത്തിക്കത്തുള്ളൂ, അവനിൽ നല്ലതൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ നീതിമാൻ എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ളതായ ശുദ്ധീകരണം പ്രാപിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായ ഫലങ്ങൾ ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടണം എന്നുള്ളതാണ്. നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഫലമാണ് സമാധാനം എന്ന് പറയുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കാൽവരി മരണത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ലേഖനത്തിൽ പ്രകാരമാണ് പറയുന്നത്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതായത് കർത്താവായ ഇരുപക്ഷം എന്ന് പറയുന്നത് ഈ യഹൂദനോടുള്ള ബന്ധത്തിൽ ജാതികൾ യഹൂദൻ എന്നുള്ളതായ ചിന്താഗതി, അതേസമയം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദനെയും ജാതിയെയും രക്ഷിക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തിലുള്ളതായ ശുദ്ധീകരണം പ്രാപിച്ചതായ വ്യക്തികളെയാണ് സഭ എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത്. അതിൽ യഹൂദനുണ്ട്, ജാതികളിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രണ്ട് വിഭാഗത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് സമാധാന ബന്ധം ആചരിക്കുന്നവരുടെ ഗണമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ വേർപാടിൻ്റെ നടിച്ചുവറ് കർത്താവായ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞു. കാൽവറി മരണത്തിലൂടെ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായ പുതിയൊരു വഴി കർത്താവായ യേശുക്രിസ്തു തുറക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് നാം കാണുന്നത് ദേവാലയത്തിലെ തിരശ്ശീല മനുഷ്യനെ ദൈവവുമായി അകറ്റിയിരുന്ന, അല്ലെങ്കിൽ ദൈവവുമായി വേർതിരിച്ചിരുന്നതായ കട്ടിയുള്ളതായ തിരശ്ശീല അത് മേൽ തൊട്ട് അടിയോളവും ചീന്തിപ്പോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വേർപാടിന്റെ നടിച്ചുവർ അവിടെ ഇടിച്ചു കളയുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു ചെന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം, അബ്ബ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണമുള്ളതായ ബന്ധത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മുഖേന ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, പാപജീവിതത്തിൽ കിടന്ന ഒരു വ്യക്തിയെ, പാപി എന്നുള്ള ലേബലിൽ കഴിഞ്ഞ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ കരം പിടിച്ച് ദൈവസന്നിധിയിലേക്ക് നടത്തുന്ന ഒരു മധ്യസ്ഥന്റെ റോളിലാണ് കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗമായി പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതായ ഒരു പുസ്തകത്തിൽ വായിച്ചതായ ഒരു ദൃഷ്ടാന്തം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഡിവോഴ്സ് അഥവാ വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്, വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ മലയാളി സമൂഹത്തിലും എല്ലാം ഈ വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കസ്റ്റഡി, കൈവശാവകാശം എന്ന് പറയുന്ന ഒരു വിഷയം
വീക്ക് ഡേയ്സിൽ അപ്പൻ്റെ കൂടെ, വീക്കെൻഡിൽ അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ തിരിച്ച്, ഇങ്ങനെയൊക്കെയുള്ളതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്ന സാധാരണ കുടുംബ കോടതിയിലാണ്. ഒരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ അവരുടെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. വളരെ വാശിയോടുകൂടി, വളരെ വൈരാഗ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവരിൽ ഉണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിക്കുകയാണ്. വീട്ടിലെപ്പോഴും അലോഹ്യം, പരസ്പരം ഉപദ്രവിക്കുന്നു. ഇതെല്ലാം ഈ കുഞ്ഞ്, അവർക്ക് ആകെ ഒരു കുഞ്ഞാവുള്ളത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഈ മാതാപിതാക്കളുടെ പരസ്പരമുള്ളതായ മല്ലടിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. അവസാനം അവർക്ക് ഒന്നിച്ചു പോകാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള നിലയിൽ ഈ വിഷയം കോടതിയിലെത്തുകയാണ്. ഈ കോടതിയിലെത്തി ജഡ്ജിയുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും നിന്നുകൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തോ, ഈ അധികം പ്രായമൊന്നുമുള്ള കുഞ്ഞല്ലത്. അപ്പോൾ ഈ കുഞ്ഞ് ഒരു കാര്യം ചെയ്തു. അപ്പനും അമ്മയും പരസ്പരം നിന്നുകൊണ്ട് തർക്കിക്കുകയാണ്. ഇവർ പരസ്പരം നിന്നുകൊണ്ട് തർക്കിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് അധികം പ്രായമില്ലാത്ത കുഞ്ഞ് ഇവരുടെ നടുക്കോട്ട് വന്ന് നിന്നുകൊണ്ട് അപ്പൻ്റെ കൈ പിടിച്ചോ, അമ്മയുടെ കൈയും ഈ കുഞ്ഞ് രണ്ട് പേരുടെയും കൈകളിൽ പിടിച്ചു, ഓരോ കൈകളിൽ. അവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞ് കളിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. ഈ കോടതിയിൽ നടന്ന സംഭവമാണിത്. ജഡ്ജി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരം വളരെ വാശിയോടുകൂടി പോകുന്നു. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പോൾ ഈ പരസ്പരം ഇവരുടെ കൈകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജഡ്ജിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞുവരുടെ രണ്ടിൻ്റെയും കൂടെ കൈകൾ പരസ്പരം കൂട്ടിപ്പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ സംസാര ശൈലി മാറാൻ തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്ന വാശി അല്പം കുറഞ്ഞു. അതിനുശേഷം വീണ്ടും സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഒന്നിച്ചു പോകാനുള്ളതായ സാധ്യതകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ജഡ്ജി ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവസാനം പിരിയാൻ വന്നതായ ഈ ദമ്പതികൾ, ഈ കുഞ്ഞ് സന്ദർഭോചിതമായി ഈ കുഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും കരങ്ങളൊന്ന് കൂട്ടിപ്പിടിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇതിങ്ങനെ വലിയ വിഷയം ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചെന്നാൽ കളിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിത് കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പരസ്പരം മല്ലടിച്ച് പിരിയാൻ വന്നതായ ഈ മാതാപിതാക്കൾ കോടതിയിൽ നിന്നും പുറത്തേക്ക് പോയത് അവർ പരസ്പരം കൈപിടിച്ചു അവരുടെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മടങ്ങിപ്പോയി. ഈ ദൃഷ്ടാന്തം നിങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത്. ദൈവത്തോടുള്ളതായ ശത്രുത എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുമ്പോൾ ഒരു നിലയിലും ദൈവത്തെ അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നു പോകുവാൻ മനസ്സില്ലാതെ, ദൈവികമായ പ്രമാണങ്ങൾ പാലിക്കുവാൻ മനസ്സില്ലാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ എങ്ങനെയൊക്കെ ലംഘിക്കണമോ അതെല്ലാം ചെയ്യുവാനുള്ളതായ വ്യഗ്രതയോടുകൂടി നടന്നതായ മനുഷ്യനെ അവൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നു. അവനെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചോ. അവൻ്റെ പാപമെന്ന് പറയുന്ന വിഷയത്തിൽ അവന് മോചനം നൽകി. അവൻ്റെ കരം പിടിച്ചോ ഈ പുതുവഴിയിലൂടെ ലേഖനത്തിൽ പൗലൂസ് പറയുന്ന ജീവനുള്ളതായ ദൈവത്തിങ്കിലേക്കുള്ളതായ പുതുവഴി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു എന്ന് പറയുന്ന ആ പുതുവഴിയിലൂടെ അവനെ നടത്തി ദൈവസന്നിധിയിലേക്ക് അവനെ കാഴ്ചവെക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ ഈ നിലയിലുള്ളതായ ഒരു ശുശ്രൂഷയാണ് സമാധാനം എന്ന് പറയുന്ന, സമാധാനം ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന വിഷയത്തിൽ നാം പഠിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ളതായ സമാധാനം ലഭിച്ചതായ വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ആ സമാധാനം ഉണ്ടാകുവാൻ, അവനിൽ ആ സമാധാനം ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഇന്തോനേഷ്യൻ ഐലൻഡിലേക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പോയതായ ഒരു മിഷണറി ആയിരുന്നു ഡോൺ റിച്ചാർഡ്സൺ. അപ്പോൾ ഈ ഡോൺ റിച്ചാർഡ്സൺ ഇന്തോനേഷ്യൻ ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഐലൻഡാണ്. ഈ ഐലൻഡിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഐലൻഡുകൾ തമ്മിൽ ഭയങ്കരമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ വഴക്കും കലാപവും ഉണ്ടാകുന്ന സമയത്ത് ഇവർ പരസ്പരം കൊല്ലും. ഇവർ നരഭോജികളാണ്. ആരെയെങ്കിലും കൊന്നാൽ, അവരെ ആ ഗോത്രവർഗത്തിലെ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ, ആര് കൊന്നുവോ അല്ലെങ്കിൽ ആർക്ക് ജഡം കിട്ടുവോ അവർ ആ മനുഷ്യന്റെ ശരീരം ഭക്ഷിക്കും. ആ നിലയിൽ നരഭോജികളായ മനുഷ്യരാണ്. അപ്പം പരസ്പരം തലവെട്ടുകയും പരസ്പരം മനുഷ്യമാംസം തിന്നുകയും ഇതൊക്കെ ചെയ്യുന്ന ഗോത്രവർഗ്ഗക്കാർ തമ്മിൽ എപ്പോഴും ഈ ഗോത്രവർഗ്ഗക്കാർ തമ്മിൽ വഴക്കുണ്ട്. അപ്പോൾ ഇതിനിടയിലേക്കാണ് ഈ ഡോൺ റിച്ചാർഡ്സൺ ചെന്നത്. അപ്പോൾ ഈ ഡോൺ റിച്ചാർഡ്സൺ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
ഈ നരഭോജികളായ മനുഷ്യനെ തിന്നുന്നതായ ഈ ആളുകളെ എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇവരോട് പറയാൻ കഴിയും എന്നുള്ളത് ഈ മനുഷ്യനെ ആകെപ്പാടെ ചിന്താകുലപ്പെടുത്തി. എങ്ങനെയാണ് ഇവരോടത് തുടങ്ങേണ്ടത്? കാര്യം ഇവർ അതിക്രൂരന്മാരാണ്. മനുഷ്യനെ തിന്നുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രൂരത നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇവരോട് എങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയും? ഇവരുടെ സാംസ്കാരികമായ പശ്ചാത്തലം അദ്ദേഹം മനസ്സിലാക്കി. ഇദ്ദേഹം ചില നാളുകൾ ഈ ഗോത്രവർഗക്കാരുടെ ജീവിത ശൈലി ഇങ്ങനെ വളരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ ഗോത്രവർഗക്കാരുടെ ഇടയിലും വല്ലാതെ വഴക്ക് മൂക്കുന്ന സമയത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമുണ്ട്. ആ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുന്നത്, ഗോത്ര തലവന്മാർ ആരെങ്കിലും അതിന് മുൻകൈ എടുത്തോ ഒരു കുഞ്ഞിനെ കൈമാറും. ആ കുഞ്ഞിനെ കൈമാറുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ ഒരു കുഞ്ഞിനെ ഒരു ഗോത്രത്തിലെ ഒരു കുഞ്ഞിനെ മറ്റേ ഗോത്രത്തിലേക്ക് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞ് അറിയപ്പെടുന്നത് സമാധാനത്തിൻ്റെ പുത്രൻ എന്നാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൈമാറി കഴിയുമ്പോൾ പരസ്പരം മല്ലടിക്കുന്ന, പരസ്പരം കൊന്നു തിന്നുന്ന ഈ ഗോത്രവർഗക്കാരിലേക്ക് ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ മറ്റേ ഗോത്രത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ചിന്താഗതി മാറുകയാണ്. ഈ കുട്ടിയെ അവർ കരുതുന്നത് സമാധാനത്തിൻ്റെ പുത്രൻ എന്നാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് അവരുടെ ഇടയിൽ സുഖമായി ജീവനോടെ ഇരിക്കുമ്പോൾ പിന്നീട് ആ ഗോത്രം അവർക്ക് കുഞ്ഞിനെ കൊടുത്ത ഗോത്രത്തെ ഉപദ്രവിക്കത്തില്ല. ഡോൺ റിച്ചാർഡ്സൺ ഇത് മനസ്സിലാക്കി. ഇതിൽ നിന്നും അദ്ദേഹം ഒരു ആശയം അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. മനുഷ്യൻ പരസ്പരം ഇതുപോലെ ശത്രുതയിൽ കഴിയുമ്പോൾ ഇതിനെ ദൈവത്തോടുള്ള ശത്രുതയുമായിട്ട് അദ്ദേഹം അതിനെ താരതമ്യപ്പെടുത്തി. അപ്പോൾ ദൈവത്തോടുള്ളതായ മനുഷ്യന്റെ ശത്രുത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഗോത്രവർഗക്കാർ ഒരു കുഞ്ഞിനെ കൊടുത്ത് സമാധാന ബന്ധം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ദൈവത്തോടുള്ളതായ മനുഷ്യന്റെ ശത്രുത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിനെ ഡോൺ റിച്ചാർഡ്സൺ ഈ ഗോത്രവർഗക്കാർ, ഇന്തോനേഷ്യൻ ഐലൻഡിലെ ഗോത്രവർഗക്കാർ തമ്മിൽ കൈമാറുന്ന കുഞ്ഞിനോട് ഉപമിച്ച് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഗോത്രവർഗക്കാർക്ക് ആ ദൃഷ്ടാന്തം വളരെ ഹൃദ്യമായി തോന്നി. കാര്യം അവർക്കത് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായി. ചുരുക്കി പറഞ്ഞാൽ വളരെ വലിയ ഒരു സഭ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ദൈവസഭ, മനുഷ്യനെ തിന്നുന്ന, മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ഒരു ഗോത്രവർഗക്കാർക്ക് വരുത്തിയ ചേഞ്ച് എന്ന് പറയുന്നത് ഡോൺ റിച്ചാർഡ്സൺ കർത്താവായ യേശുക്രിസ്തുവിനെ മനോഹരമായി അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ ആകമാനം നാം നോക്കിയാൽ സുവിശേഷം വരുത്തിയതുപോലുള്ള മാറ്റം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മുഖേനയുള്ളതായ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ലോകത്തിൽ വരുത്തിയതുപോലുള്ളതായ മാറ്റം മറ്റൊരു മത നേതാവിനോ ഒരു മതഗ്രന്ഥത്തിനോ വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സുവിശേഷം വരുത്തിയതായ മാറ്റം എന്ന് പറയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നരഭോജികളായിരുന്ന മനുഷ്യരെ ഒക്കെ നരസ്നേഹികളാക്കി മാറ്റിയത് സുവിശേഷമാണ്. ഇന്നും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ താമസിക്കുന്ന മനുഷ്യനും സമാധാനം നൽകുവാൻ ഈ സുവിശേഷം പര്യാപ്തമാണ് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ ഭാഗം നാം പഠിച്ച ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങളോട് ഇതിൽ നിന്ന് എടുത്തു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമാധാനം എന്ന് പറയുന്നതിൻ്റെ ഉറവിടം ദൈവമാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആ സമാധാനം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്, അതായത് പിതാവായ ദൈവത്തിലുള്ളതായ സമാധാനം നമ്മുടെ മുമ്പിൽ അത് പ്രദർശിപ്പിച്ചു കാണിച്ചത് പുത്രനായ യേശു ക്രിസ്തുവാണ്. അടുത്തത്, ഇനിയും ഈ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതായ ഈ സമാധാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കി നമുക്ക് നൽകുന്നത്, അതിൻ്റെ ഏജന്റായി വർക്ക് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവ സമാധാനം എന്ന് പറയുന്നത് പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, തൃത്വത്തിലെ 3 ഘടകങ്ങളും അടങ്ങിയതാണ് ഈ ദൈവ സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഹോവ ഷാലോം എന്ന് പറഞ്ഞാൽ, യഹോവയുടെ സമാധാനം എന്നൊരു വ്യക്തി പറയുമ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിലൊന്നിച്ച് സ്ഥാനം പിടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ
സമാധാനം എന്ന് പറയുന്നതിനുള്ള ബന്ധത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സമാധാനത്തിൻ്റെ സന്ദേശകരാണ് നാം ഓരോരുത്തർ. അതായത് ഒരിക്കൽ ദൈവിക സമാധാനം ലഭിച്ച ആളുകൾ അവർ ഈ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ്. ഏതെല്ലാം നിലകളിൽ നമ്മളെ അത് ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവരോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്, സമാധാനം ഉണ്ടാക്കുന്ന ആൾ അവന് ദൈവത്തോട് സമാധാനമുള്ളവനായിരിക്കണം. ദൈവിക സമാധാനം ഉള്ളവനെ ഈ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായിട്ട്, നമുക്കുണ്ടായ സമാധാനം മറ്റുള്ളവർക്കൂടെ ലഭിക്കണമെന്നുള്ളതായ ആഗ്രഹം ഉള്ള വ്യക്തിയെ കൊണ്ട് മാത്രമേ ഈ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട്, മറ്റുള്ള വ്യക്തികൾക്ക് സമാധാനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നതിനുള്ളതായ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലം തീർക്കുവാനുള്ളതായ മനസ്സുള്ളവർക്ക് ഈ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അവസാനമായിട്ടോ, സമാധാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രശംസ നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവിക സമാധാനം കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, സമാധാനം എന്ന് പറയുന്ന വിഷയം ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ദൈവിക സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. ദൈവകൃപ അതിലേക്ക് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കിന് ഞാൻ ഇന്ന് വിരാമം കുറിക്കുന്നു.